ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രളയത്തിൻ്റെ ദുരിതാവസ്ഥ പേറുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അവിടുത്തെ 3 നദികളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഏതാണ്ട് 110ലധികം ഗ്രാമങ്ങൾ വെള്ളത്തിലാകുകയും 10,000 ഹെക്ടറിലധികം കൃഷി നശിക്കുകയും ചെയ്തു. ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകളെയാണ് അവിടെ നിന്ന് പലയിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വരുന്നു. അതായത് പഹൽഗാം ആക്രമണത്തിൻ്റെ സൂത്രധാരനായിട്ടുള്ള സെയ്ഫുള്ള കസൂരിയും പാകിസ്ഥാനിലെ ഉന്നത പട്ടാള ഉദ്യോഗസ്ഥരുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതായത് ഈ പട്ടാള ഉദ്യോഗസ്ഥനെ ആലിംഗനം ചെയ്യുന്നു, ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നിരവധി ഭീകരവാദികളെ ഇന്ത്യൻ ആർമി കൊലപ്പെടുത്തിയിരുന്നു. ഇവരുടെയൊക്കെ സംസ്കാര ചടങ്ങ് നടന്നപ്പോൾ അതിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ, പാക് പട്ടാള ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ പങ്കെടുത്തു. ഇവർക്കൊപ്പം നിൽക്കുന്ന സൈഫുള്ള കസൂരിയുടെ ചിത്രവും പുറത്തു വരുന്നു. അപ്പോൾ സൈഫുള്ള കസൂരിയെ മുമ്പിൽ നിർത്തി വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു. ഈ സൈഫുള്ള കസൂരിയുടേതായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് 2026 ആകുമ്പോഴേക്കും കശ്മീർ ശുദ്ധമായ നാടാക്കി മാറ്റും. അതായത് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ ലക്ഷ്യം കശ്മീരിനെ വീണ്ടെടുക്കുക, അല്ലെ കശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണെന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, ഈ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ഹാഫിസ് സെയ്ദിൻ്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായിരുന്നു ഈ പറയുന്ന സെയ്ഫുള്ള കസൂരി. ഇയാൾ പ്രവർത്തിക്കുന്നതാകട്ടെ POKയിലാണ്, അതായത് പാക് ഒക്കുപ്പൈഡ് കശ്മീർ കേന്ദ്രീകരിച്ച. അവിടെ നിന്നാണ് ഭീകരവാദികളെ, തീവ്രവാദികളെയൊക്കെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. അതായത് കശ്മീരിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുന്നത് ഈ സെയ്ഫുള്ള കസൂരിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ഹാഫിസ് സെയ്ദിൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളാണ് പഹൽഗാം ആക്രമണത്തിൻ്റെ എല്ലാ സൂത്രധാരണം നിർവഹിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത്. പിന്നീട് ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക വിഭാഗം ഏറ്റെടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഇയാളുടെ ഐഡിയ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഏപ്രിൽ 22 ബൈസൺ താഴ്വരയിൽ ഹിന്ദുമത വിശ്വാസികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഇവർ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിന് ശേഷമാണ് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുകയും ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ ലഷ്കർ ഇ തോയ്ബയ്ക്ക് വേണ്ടി POK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇയാൾ മൊഡ്യൂളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിവിദഗ്ധനാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ആളെ വിട്ടുതരണമെന്ന് ഇന്ത്യ പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അന്ന് പാകിസ്ഥാൻ ഭരണകൂടം പറഞ്ഞത്, ഈ സൈഫുള്ള കസൂരി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇയാളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാനിലെ ഭീകരവാദികളുമായി ബന്ധമുള്ളവർ തന്നെ ഈ ചിത്രം പുറത്തുവിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് കസൂരിയെ ഇപ്പോഴും പാക് ആർമിയാണ് സംരക്ഷിക്കുന്നത്, ഇയാൾ പാകിസ്ഥാനിൽ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സെയ്ഫുള്ള കസൂരി ആയിരിക്കും. ഇത് പാകിസ്ഥാനും അറിയാം. കാരണം എപ്പോഴൊക്കെ ഇന്ത്യക്കെതിരായിട്ടുള്ള അതിക്രമം നടത്തുന്നു, എപ്പോഴാണോ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പാകിസ്ഥാൻ സംരക്ഷിച്ചത്, അവരെയൊക്കെ ഒന്നിനു പുറകെ ഒന്നായി അജ്ഞാതൻ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയുണ്ടായി. ഇവിടെയും അജ്ഞാതൻ്റെ ഒരു സാന്നിധ്യം ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം എന്നവർ ഭയപ്പെടുന്നു. ഇതിനിടയിലാണ് UK മറ്റൊരു രാഷ്ട്രീയ സംഭവ വികാസം അരങ്ങേറുന്നത്. അതായത് അവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് പാകിസ്ഥാൻ വംശജയായ ഷഹബാന മഹമ്മൂദ് എന്ന് പറയുന്ന ഒരു വനിത വരികയാണ്. നിലവിൽ അവർ ബർമിംഗ്ഹാമിൽ നിന്നുള്ള MP കൂടിയാണ്. അപ്പം ഈ MP ആയ ഇവർ 44 വയസ്സേ ഉള്ളൂ. ലേബർ പാർട്ടിയുടെ മുതിർന്ന വനിതാ മുസ്ലിം നേതാവെന്ന ഔദ്യോഗിക പദവിയാണുള്ളത്. അവർക്കാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ പദവി നൽകാനായിട്ട് കെയർ സ്റ്റാമർ തീരുമാനിച്ചത്. കാരണം ഇവരുടെ ഉപപ്രധാനമന്ത്രിയായ ആഞ്ചല റെയ്ന നേരത്തെ രാജിവെച്ചിരുന്നു. ഇതേ തുടർന്ന് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ 14 വർഷമായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി അട്ടിമറിച്ചുകൊണ്ട് എത്തിയ കെയർ സ്റ്റാമർ ഇപ്പോൾ ചില അഴിച്ചുപണികളൊക്കെ നടത്തിയപ്പോൾ അവിടുത്തെ പ്രാദേശിക വികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ അഭയാർത്ഥികൾ, ഈ കുടിയേറി വരുന്ന ആളുകൾ പാകിസ്ഥാൻ വംശജരാണ്, ഇസ്ലാമിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർ UK വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തിയൊക്കെ കഴിഞ്ഞിട്ട് ആ മേഖല സ്വതന്ത്രമാക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാം മത വിശ്വാസികൾ നടത്തുന്നതെന്ന് അവർക്ക് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള എതിർപ്പ്
ജനങ്ങൾക്കിടയിലുണ്ട്. ഇത് തീവ്ര വലതുപക്ഷ പാർട്ടികൾ മുതലെടുക്കുന്നു. ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ കെയർ സ്റ്റാമർ ഇവിടെ ഷബാന മഹമൂദിനെ ഇത്തരത്തിലുള്ള ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്ന ഉന്നത പദവിയിലേക്ക് നിയോഗിച്ചാൽ അവർക്ക് ഒരുപാട് അധികാരങ്ങൾ കൈവരും. എന്ന് പറഞ്ഞാൽ അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കാൻ പോലും ഈ ഷബാന മഹമൂദിന് സാധിക്കും. കൂടാതെ ഇമിഗ്രേഷൻ നടപടികളിലൊക്കെ തന്നെ കൈകടത്താനും സാധിക്കും. ഇത് വലിയ അപകടകരമാണ്. അതായത് ഈ പറയുന്ന സൈഫുള്ള കസൂരിയെ ഇന്ത്യക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തുണ്ട് എന്ന് പറയുന്നു. അജ്ഞാതൻ അയാളെ നോട്ടമിടുകയോ ഇന്ത്യൻ ആർമി അങ്ങോട്ടേക്ക് ലക്ഷ്യം വെക്കുകയോ ചെയ്താൽ ഇയാളെ മാറ്റാനുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നായിട്ട് UK മാറുന്നു. അതായത് സെയ്ഫുള്ള കസൂരിയെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലേക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല, UK പോലെയുള്ള രാജ്യത്തേക്ക് മാറ്റാമെന്നും ജമ്മു കാശ്മീരിലെ സ്വദേശികളായ മാതാപിതാക്കൾ എന്ന് പറയപ്പെടുന്ന അവരുടെ മക്കളാണ് ഈ ഷബാന മഹമൂദ്. ഇവർ കുറേ കാലമായിട്ട് ഈ പറയുന്ന ലേബർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 2010 മുതൽ ഇവർ ബർലിംഗ്ഹാമിൽ നിന്നുള്ള MP ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിപുലമായ അധികാരങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്താം. കൂടാതെ നിരവധി പാകിസ്ഥാൻ വംശജരായ മേയർമാരും UK-യിലുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പറയുന്ന കസൂരിയെ ഇംഗ്ലണ്ടിലേക്ക് മാറ്റാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ POK-യിൽ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിട്ടാണ് അവിടെ ആക്രമണം നടത്തിയത്. അന്ന് തകർത്തതിൽ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ഉണ്ടായിരുന്നു, നൂർഖാൻ എയർബേസ്. ഇത് അമേരിക്കയുടെ വ്യോമത്താവളമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്ക ഇടപെടുകയും അവിടുത്തെ യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇതേ നൂർഖാൻ എയർബേസിലേക്ക് ഇപ്പോൾ അവരുടെ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന അമേരിക്കൻ വിമാനം പറന്നിറങ്ങിയിട്ടുണ്ട്. പറയുന്നത് പാകിസ്ഥാനിലെ പ്രളയബാധിതർക്ക് ഭക്ഷണം, മരുന്ന്, അതുപോലെ തന്നെ വെള്ളം വറ്റിച്ച് കളയാനുള്ള യന്ത്രോപകരണങ്ങൾ ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിമാനം വന്നത്. അപ്പോൾ നൂർഖാൻ എയർബേസിലേക്ക് വീണ്ടും ഈ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ ചരക്ക് വിമാനം വന്നിറങ്ങുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ആണവ മിസൈലുകൾ, വിമാനങ്ങളൊക്കെ സൂക്ഷിച്ചൊരു സ്ഥലമാണ് ഈ എയർബേസ് എന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ഈ ഒരു ധൈര്യത്തിൻ്റെ പുറത്താകാം ഇപ്പോൾ കസൂരിയുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വിടുന്നത്. എന്നിട്ട് പറയുന്നു, ഈ പഹൽഗാം ആക്രമണം ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല, അതിന് തുടർ നടപടി ഉണ്ടാവും, കാശ്മീരിനെ ശുദ്ധമായ നാടാക്കി മാറ്റുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ നിലപാട് അന്ന് തന്നെ വ്യക്തമാക്കി, ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല, താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ എപ്പോഴൊക്കെ ഇന്ത്യക്ക് പ്രതിരോധം തീർക്കേണ്ടി വരുന്നോ അപ്പോഴൊക്കെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. മുഴുവൻ ഭീകരവാദികളെ, തീവ്രവാദികളെ തുടച്ചു നീക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന സെയ്ഫുള്ള കസൂരിയാണ്. അപ്പോൾ ഇയാളാണ് ഈ ഓപ്പറേഷൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ പഹൽഗാം എന്ന് വിശേഷിപ്പിക്കുന്ന സൈഫുള്ള കസൂരിയെ തീർക്കുക ഇന്ത്യൻ ആർമിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. അതുകൊണ്ട് അജ്ഞാതൻ ഇയാളുടെ പിന്നാലെ ഉണ്ടാകുമോ എന്ന് പാകിസ്ഥാൻ ഭരണകൂടവും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ UK-യിലേക്ക് കടത്താനാണ് ശ്രമമെങ്കിൽ അതിനെയും പിന്തുടർന്നു പോകാൻ നമ്മുടെ അജ്ഞാതന് സാധിക്കുമെന്നുള്ളത് പാക് ഭരണകൂടം മനസ്സിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.